കാണിക്കുന്ന വലിയ ഭഗവാൻസ്കത. പത്രം വായിക്കുമ്പോൾ മിക്കവാറും പേരൻസിനെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മകൻ അല്ലെ മകള് അപ്പനെ അടിച്ചു കൊന്നു. ഒരമ്മയെ കഴിഞ്ഞ ദിവസം ഒരു മരുമകള് ശരിയായിട്ട് അടിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ബഹുമാന്യനായ വന്യ പുരോഹിതനെ ഞങ്ങളെപ്പോലെ പ്രായമായ ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി അല്പം സന്തോഷം പങ്കിടാനും ഞങ്ങളുമായിട്ട് കുറച്ച് സമയമൊന്നും ചെലവഴിക്കാനും കാണിച്ച മഹാമനസ്സതയ്ക്ക് ഈ സ്ഥാപനത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്നേഹം നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ്. ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം ഫ്രം ബർത്ത് ടു ഡെത്ത് ആയിരുന്നു. ജനനം മുതൽ മരണം വരെയാണ് ആ കുരിശു എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് നമ്മൾ കാണുന്നത്. ആ സമയം വരെയാണ് പ്രവർത്തനം. അതിനാണ് മാഹാത്മ്യം. ഇത് ആകർഷകരായിട്ടുള്ള കുറേ ആളുകളെ രണ്ടു മൂന്ന് ആളുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ. ആ ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ ജീവിതം ആരംഭിച്ചത് ഒരു ഡോക്ടറായിട്ടാണ്. നല്ലൊരു ഡോക്ടറായി സേവനം ആരംഭിച്ച് നിൽക്കുന്ന ആ ഡേവിഡ് ലിവിങ്സ്റ്റൺ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സേവനം ഇവിടെയല്ല വേണ്ടത്, നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകണം എന്നും പറഞ്ഞ് ആഫ്രിക്കയിലേക്ക് പോയി. ഒരുപറ്റം ഡോക്ടർമാർ, അദ്ദേഹം നല്ല ഡോക്ടറായി തീർന്നു. ആ ഡോക്ടറായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് ഭയങ്കരമായ പനിയാണ് അവിടെ. അന്നൊരു ഇരുളടങ്ങിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആ ആഫ്രിക്കയിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കാൻ, അവർക്ക് മരുന്ന് കൊണ്ട് കൊടുക്കാൻ ഒക്കെ നടന്നു. പക്ഷെ അദ്ദേഹം നടന്നു പോകുമ്പോൾ പല സമയത്തും ബോസാൻ ഡാരോസ് അയച്ച്, അപ്പം മില്ലു അയച്ച് അദ്ദേഹത്തിന് തല ചേർത്ത് കളയാൻ പോലും ഇന്നത്തെ ആളുകൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്റെ കൂടെ പോകുന്ന പല ആളുകൾ തന്നെ ഉപേക്ഷിച്ച് തിരിച്ച് ബ്രിട്ടനിലേക്ക് പോന്നു. അദ്ദേഹം വീണ്ടും തന്റെ ഡിറ്റർമിനേഷൻ എന്താണോ, തന്റെ തീരുമാനം എന്താണോ, തന്റെ താല്പര്യം എന്താണോ അത് അദ്ദേഹം ഫുൾഫിൽ ചെയ്തു. അവസാന നാളുകളിൽ അദ്ദേഹത്തെ ഒരു വലിയ മഞ്ചലിൽ ഒരു കട്ടിലിൽ എടുത്തുകൊണ്ട് ആഫ്രിക്കയിലെ ജനത ആ എൻറ്റയർ ആഫ്രിക്കയിൽ വനാന്തരങ്ങളിലേക്കുമെല്ലാം കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ പഠിച്ചതാണ്. അപ്പൊ അവരുടെ സ്നേഹം പിടിച്ചു പറ്റി. അവർക്കിടയിൽ അവരിൽ ഒരാളായി നിന്ന് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് ആവശ്യമായ മെഡിസിനെല്ലാം കൊടുത്ത് അവരെ സമ്പുഷ്ടരാക്കുന്ന ആ ജീസസ് ക്രൈസ്റ്റിന്റെ പ്രിൻസിപ്പിളാണ് അദ്ദേഹം പോഷിപ്പിച്ചത്. അതുപോലെ തന്നെ വേറൊരു പുരോഹിതനാണ് ഇഗ്നേഷ്യസ് ലയോള. നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളത് ഇഗ്നേഷ്യസ് ലയോള, ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് അദ്ദേഹത്തിന്റെ ചർച്ചയാടില് പള്ളിയുടെ അടുത്തുള്ള ശവക്കോട്ടയിലൊക്കെ പോകും. അവിടെ ചെന്ന് ആ ടോമെല്ലാം കാണും. എല്ലാ ടോമിനും മുകളിലിരിക്കുന്ന പേരൊക്കെ വായിക്കും. ഒരുപാട് അച്ഛന്മാരുടെ, ഒരുപാട് ബിഷപ്പ്മാരുടെ, പുരോഹിതന്മാരുടെ ഒക്കെ പേരുണ്ട്. എല്ലാം ചെറുപ്പാല് മനസ്സിൽ നിന്ന് കുറിച്ചു വെക്കും. കുറച്ച് കൂട്ടുകാരുണ്ട്. പിന്നെ അവര് ആ ചർച്ചയാടി കിടന്ന് കളിക്കും. കളിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു പോകുമ്പോൾ തൊട്ടടുത്തൊരു ആപ്പിൾ തോട്ടമുണ്ട്. സ്പെയിനിലെ ഇഷ്ടംപോലെ ആപ്പിളുള്ള സ്ഥലമാണ്. ആ ആപ്പിൾ തോട്ടത്തിലേക്ക് ഇവരൊക്കെ കൂടെ കയറുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കും. ഒരാപ്പിൾ നമ്മൾ പറിക്കരുത്, നിലത്ത് വീഴുന്ന ആപ്പിൾ മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെ ഹെഡ്ജസ് കൊണ്ട് വേലി കെട്ടി മുൾവേലിയെല്ലാം കെട്ടിയിരിക്കുന്ന ഈ വേലിക്കകത്തൂടെ ഇവർ സ്കൾക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അകത്ത് കയറി ഓരോ ആപ്പിളും എടുത്ത് തിന്നുമ്പം ഇവർ കണ്ടെത്തുന്ന ഒരു കാര്യം ഇതാണ്: ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ പറിക്കരുത്, നിലത്ത് വീഴുന്ന ആപ്പിളൊക്കെ എടുക്കാം. അങ്ങനെ നിന്ന് ആപ്പിളിൽ നിന്ന് വിശപ്പൊക്കെ മാറ്റി മുന്നോട്ട് പോകുമ്പോൾ തോട്ട ഉടമസ്ഥൻ വരും മടിയുമായിട്ട്. എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് തോട്ടത്തിന് പുറത്തേക്ക് ചാടും. ആ മനുഷ്യനാണ് പിൽക്കാലത്ത് സഭയിലെ വലിയ ഒരു പുരോഹിതനായി ജെസ്യൂട്ട് ഫാദേഴ്സ്, ജെസ്യൂട്ട് ഓർഡർ അതിന്റെ സ്ഥാപകനായി തീർന്ന അദ്ദേഹം ഈ ലയോള, ഇഗ്നേഷ്യസ് ലയോളയെ കുറിച്ച് ഒരുപാട് സ്ഥാപനങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, അത് കുട്ടികൾക്കുള്ള സ്കൂളുകൾ ലോകമെമ്പാടുമാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് മാത്രമല്ല. അങ്ങനെ ഏറ്റവും പ്രസിദ്ധനായ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹത്തിന്റെ ഒരു ആപ്തവാക്യം ഞാൻ ഓർക്കുകയാണ്. ഇവർ കുറച്ച് കുട്ടികളിൽ നിന്ന് വോളിബോൾ കളിക്കുകയാണ്. കളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, "What would you do if you are going to die immediately? Everybody says we are trying to go to church and pray to God Almighty for eternal heaven.
നമ്മളെല്ലാവരും ഭക്തിപൂർവ്വം പള്ളിയിൽ ചെന്ന് എല്ലാം പ്രാർത്ഥിക്കും. ഞങ്ങൾ ദൈവം നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. എക്സെപ്റ്റ് ലയോള എന്ന് പറഞ്ഞു, ഞാൻ ട്രൈ ടു ഫിനിഷ് മൈ ഗെയിം. അതാണ് അദ്ദേഹത്തിന്റെ അംബീഷൻ. ഞാൻ എന്റെ ഈ കളി, ഈ വോളിബോൾ കോർട്ടിൽ നടക്കുന്ന ഈ കളി തീർക്കണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആ ലയോളയാണ് നമ്മൾ അറിയുന്നത്. വേറൊരാളാണ് ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി നമ്മളൊക്കെ പഠിക്കുന്നതാണ്. കുട്ടിക്കാലം നമ്മുടെ വീട് വരുന്ന ഈ മാഗസിനകത്തെല്ലാം ഫ്രാൻസിസ് അസീസി ഉണ്ട്. ആ അസീസിയുടെ ജീവിതം നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹം വലിയ ധനാഢ്യനായ മനുഷ്യനാണ്. വലിയ ധനിക കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. പോപ്പ് മ്യൂസിക്കിലൊക്കെ ആകർഷനായി കുട്ടീനെ അവിടെ ചില മിസ്റ്റീരിയസ് പെൺപിള്ളേരൊക്കെ കൂടി കളിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയും അടുത്തുള്ള പട്ടണത്തിലെ ഫാമിലിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിലെല്ലാം ഏർപ്പെട്ട് കഴിഞ്ഞ് ഇന്ത്യയിൽ ചെയ്യുന്ന എന്ത് ചെയ്യണം, ഇങ്ങനെ പോയാൽ എന്റെ ജീവിതത്തിന് ഒരു ലൈഫിന് ഒരു ചേഞ്ച് വരുന്നു. അങ്ങനെ ജീസസ് ക്രൈസ്റ്റിനെ പോലെ തന്നെ 40 ദിവസം ആ ഫ്രാൻസിലെ മൗണ്ടൻ നിരകളിൽ ധ്യാന നിരതനായിട്ട് ഇരുന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ആ ടെലപ്പതി മെസ്സേജ് എന്തായിരുന്നു? ക്രൂശിത രൂപം, ക്രൈസ്റ്റിന്റെ രൂപം തന്റെ മേൽ വന്ന് ആവർത്തിക്കുന്നതായിട്ടും അതിനുശേഷം അദ്ദേഹം ഹോൾ ഹാർട്ടഡ്ലി ഡെഡിക്കേറ്റ് ഫോർ ദ ലൈഫ് ഫോർ ദ പീപ്പിൾ, തന്നെ ത്യജിച്ചുകൊണ്ട് ആ എല്ലാവർക്കും വേണ്ടി എല്ലാ രാജ്യങ്ങളിലും. പക്ഷെ നേരത്തേനും അദ്ദേഹത്തിന്റെ പിതാവ് ആദ്യമൊക്കെ എതിർത്ത്, വലിയ ധനാഠ്യനാണ്, തന്റെ സമ്പത്ത് കൊടുക്കാൻ പുള്ളി തയ്യാറായി. ഒരു ഷൂസ് പോലും ഇല്ലാതെ അദ്ദേഹം രാജ്യാന്തരങ്ങളിലൂടെ നടന്ന് ആ ഫ്രാൻസിഷ്യൻ ചർച്ച് ഉണ്ടാക്കുകയായിരുന്നു. അതിന്റെ ആ ഡെസിറ്റ്യൂട്ടിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി നൺസ്, അമ്മമാര്, അച്ഛന്മാര്, വലിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഫ്രാൻസിസ് അസീസി. നമ്മളുടെയൊക്കെ അദ്ദേഹം കരോൾ സ്ഥാപകനാണെന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്ക് അതിന് ജനുവിനിറ്റി അറിയില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും വീട്ടിൽ ചെന്ന് എല്ലാവർക്കും മിഠായി കൊടുത്തു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലത്താണെന്നാണ് ഒരു വെപ്പ്. അപ്പൊ അതുപോലെ ക്രൈസ്റ്റിന്റെ ഫിലോസഫി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആളുകളെ കുറിച്ചൊക്കെ നല്ല ചിന്താഗതി, ക്രൈസ്റ്റിന്റെ ആ പ്രിൻസിപ്പിളാണ് അവരൊക്കെയും കൊണ്ടു നടന്നത്. ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പുരാതന ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യം നിങ്ങൾക്കൊക്കെ അറിയാം. മൗര്യ സാമ്രാജ്യം, കിങ് എംപറർ ഓഫ് അശോക, the grandson of the Maurya came to the throne on 263 BC. 263 ക്രിസ്തുവിനും 263 മുമ്പ് ഇന്ത്യയിൽ ഒരു നല്ല ഭരണം ഉണ്ടായിരുന്നു, മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യന്റെ സഹോദരനായി ജനിച്ച അശോകൻ വലിയ ഒരു കിങ് എംപറർ ആയിരുന്നു. എല്ലാ കിങ് എംപറേഴ്സും രാജ്യം വിസ്തൃതപ്പെടുത്തും, വിപുലമാക്കും, ചെറിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി രാജ്യം പിടിക്കുക. ഇന്നാണെങ്കിലോ ഇന്നുപോലെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പം എത്ര നാളായി ഈ നമ്മുടെ ഇസ്രായേലിലെ യുദ്ധം, അതിങ്ങനെ അൺഎൻഡിങ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന സംഭവം, യുദ്ധം കഴിയുമ്പോൾ സന്ധ്യാസമയത്ത് ഈ കിങ് എംപറർ ആ യുദ്ധ സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ വെച്ച് അദ്ദേഹം കണ്ട കാഴ്ച, അനാഥരായ സ്ത്രീകള്, അനാഥരായ കുഞ്ഞുങ്ങള്, വിധവകള്, മക്കളില്ലാത്ത അമ്മമാര്, അവരുടെ എല്ലാം കരച്ചില്, രക്തച്ചൊരിച്ചിലെല്ലാം കണ്ട് കലിംഗ വാർ എന്ന് പറയുക വാറ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അബാൻഡൻ വാർഫെയർ ഫോർ അവർ, എന്നേക്കുമായി യുദ്ധം അബാൻഡൻ ചെയ്തു. ഇനിയും മേലൊരു യുദ്ധമില്ല. നോ മോർ എനി വാർ, നോ മോർ എനി കോൺഫ്ലിക്റ്റ്. അദ്ദേഹം കലിംഗ വിട്ടുകൊടുത്തു, തിരിച്ചു കൊടുത്തു. എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുറിച്ച് H.G. വെൽസ്, ലോക പ്രശസ്തനായ സാഹിത്യകാരനാണ് H.G. വെൽസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: Ashoka shines and shines almost like a star in the list of their sovereignty, their royal highness, their magnitude. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാര്, ഒരുപാട് മഹാരാജന്മാര്, അവരെയൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ പ്രതാപത്തിന്റെ മുമ്പിൽ അശോകൻ ഇന്നും ഷൈൻ ചെയ്യുക. അശോക ഷൈൻസ് ആൻഡ് ഷൈൻസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. എന്തുകൊണ്ടാണ്? ഈ അബാൻഡൻ വാർഫെയർ. ഇന്ന് ആ പ്രിൻസിപ്പിൾ വലിയ വിലയുണ്ടെന്ന് തോന്നുന്നില്ല. അന്ന് ഈ യുദ്ധം കണ്ട് യുദ്ധം ജയിച്ച രാജാവാണ് യുദ്ധം നിർത്തത്. അതാണ് ഇന്ത്യ ചരിത്രത്തിലെ അശോകന്റെ ചരിത്രം. അതുപോലെ ഒന്നുകൂടെ പറഞ്ഞ് നിർത്തിക്കോളാം. നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള നമ്മുടെ ഒരു സയന്റിസ്റ്റ്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ്, നമ്മുടെ ആറ്റം ബോംബ് കണ്ടുപിടിക്കുക ഐൻസ്റ്റീന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ ഓർക്കുന്നത്, തന്റെ പിതാവിന്റെ ഇലക്ട്രിക്കൽ ഷോപ്പില് ദിവസവും പോവും, ചെറിയ ബൾബൊക്കെ എടുത്ത് വയറൊക്കെ ഘടിപ്പിച്ച് അവിടെ വെച്ച് അത് ലൈറ്റ് കത്തിക്കുന്ന പരിപാടിയൊക്കെ അറിയാമായിരുന്നു. ഒരു ദിവസം കുഞ്ഞ് ആൽബർട്ടിനെയും കൂട്ടിക്കൊണ്ട് പിതാവ് മാതാവിടെ പള്ളിയിൽ ചെന്ന് അവരെ രൂപത്തിന്റെ മുമ്പിലെല്ലാം നിൽക്കുക, പുണ്യവാളന്മാരൊക്കെ പ്രാർത്ഥിക്കുക.
ഒരു ജർമ്മനിലാണ് താമസിക്കുന്നത്. പക്ഷെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബലൂൺ ഇങ്ങനെ പൊങ്ങിപ്പോവുകയാണ്, ബലൂൺ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ബലൂണെല്ലാം കാണുക. അത് മാത്രമാണ് ഇയാൾ നോക്കുന്നത്, ഈ കുഞ്ഞ് ആൽബർട്ട്. ആ ആൽബർട്ടാണ് പിന്നീട് വളർന്നു വന്ന് ആൽബർട്ട് ഐൻസ്റ്റീനായി, ഫിസിക്സിന്റെ വലിയ സയന്റിസ്റ്റ്. ഈ നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ വലിയ ഫിസിക്സിന്റെ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ഇലക്ട്രിക്കൽ രംഗത്ത് മാനിഫെസ്റ്റേഷൻ. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ബോംബ്, ആറ്റം കണ്ടുപിടിച്ചത് ആൽബർട്ട് ബോംബുണ്ടാക്കാൻ വേണ്ടിയല്ല. നമുക്ക് അത് പട്ടിണിയാണ്. പട്ടിണി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ മലഞ്ചേരികളും കുന്നും എല്ലാം ഇടിച്ചു നിരത്തി കൃഷിഭൂമിയാക്കിയാൽ ലോകത്തിന്റെ പട്ടിണി മാറ്റാമെന്ന് ആൽബർട്ട് ധരിച്ചു. അങ്ങനെ ആറ്റം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ മാസ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ E=mc², അദ്ദേഹത്തിന്റെ ഒരു വലിയ സയന്റിഫിക് തിയറിയാണ്. ഇതെല്ലാം കണ്ടുപിടിച്ചെങ്കിലും സെക്കൻഡ് വേൾഡ് വാറില് ഇതൊക്കെ രാജ്യങ്ങൾ ലംഘിച്ചുകൊണ്ട് ആറ്റം ബോംബുണ്ടാക്കുകയും ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, തേർഡ് വേൾഡ് വാർ ഒക്കെ ഇറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് മാൻകൈൻഡ്. ഇറ്റ് വിൽ ബി ദി ഹോൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ സിവിലൈസേഷൻ. ഇന്ന് വരെയുള്ള എല്ലാ സിവിലൈസേഷനും നശിക്കും. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ, മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ അത് എന്റെ ഡിസ്ട്രക്ഷൻ ഓഫ് ദി മാൻകൈൻഡ്. ജീവൻ തന്നെ ഉണ്ടാകുകയില്ല. നീ അതിൽ നിന്ന്, ഈ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ജീവൻ ഉണ്ടായാൽ അമ്പും വില്ലും അവർ ഉപയോഗിക്കും. അതിന് തേർഡ് വേൾഡ് വാർ ഉണ്ടായതെന്ന് അന്ന് ആ സയന്റിസ്റ്റ് പറയുകയും അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയും അവിടെ ഒരു സയന്റിസ്റ്റായി അദ്ദേഹം മരിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.